ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് സിദ്ധാർത്ഥ വ്ളോഗ്. നമ്മുടെ 9ാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്നലെ എല്ലാ ടി വി ന്യൂസ് ചാനലുകളിലും ഇന്നത്തെ ന്യൂസ് പേപ്പറുകളിലും ഒരു ന്യൂസ് വന്നു. അതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും മകളുടെ മകനും കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഡെലിഗേറ്റ്സ് കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ 11 രാജ്യങ്ങളിലായി 25 തവണ സന്ദർശനം നടത്തി. വിഷയം നിക്ഷേപകരെ ആകർഷിക്കുകയായി. അതിനുശേഷം അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു, ഓരോ രാജ്യങ്ങളുടെയും പേരെടുത്ത് പറഞ്ഞു, ഇത്ര കോടി നിക്ഷേപം വരാൻ പോകുന്നു. എന്നാൽ വിവരാവകാശ നിയമരേഖ അനുസരിച്ച് ഇപ്പോൾ പറയുന്നു, ഈ കഴിഞ്ഞ 9 വർഷത്തിലിടയ്ക്ക് 1 രൂപ പോലും നിക്ഷേപമായിട്ട് വന്നിട്ടില്ല. അതിശയം തോന്നുന്നല്ലേ? USA, ഇംഗ്ലണ്ട്, UAE, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഫിൻലാൻഡ്, നോർവേ, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്, നെതർലാൻഡ്, ബഹ്റൈൻ. ഇതാണ് 11 രാജ്യങ്ങൾ. ഈ വിഷയം നമ്മുടെ പത്രക്കാർ മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയും, ഇല്ല, അതിനെന്താ വേണ്ടത്, നിങ്ങൾക്കെന്താ കാര്യം, വേണ്ടാത്ത ചോദ്യങ്ങളും ചോദിക്കേണ്ടട്ടാന്ന് പറയും ചിലപ്പോൾ, അല്ലേ? അപ്പോൾ അതോടുകൂടി പത്രക്കാർ ആ ചോദ്യം നിർത്തും. കേരളം ഇപ്പോഴും നിക്ഷേപ സൗഹൃദമല്ല. കാരണം നിക്ഷേപിക്കുന്ന ആളുകൾക്ക് ഒരു സെക്യൂരിറ്റിയും നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു പ്രവാസി, അദ്ദേഹം ഇവിടെ ഒരു സംരംഭം തുടങ്ങാനായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാ സമ്പാദ്യവും എടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹം വന്ന് 4 പേർക്ക് ജോലി കൊടുക്കണം എന്നൊരാഗ്രഹത്തോടു കൂടിയാണ് കുറച്ച് ബസ്സുകളൊക്കെ വാങ്ങി അദ്ദേഹം ഇവിടെ ഒരു ബിസിനസ് തുടങ്ങി. പ്രശ്നങ്ങളായി. പോലീസിൽ നിന്ന് അദ്ദേഹത്തിന് യാതൊരു പിന്തുണയും കിട്ടിയില്ല. ഗവൺമെൻറ്റിനെ സമീപിച്ചു. അവസാനം കോടതി അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിന് ഒരു സംരക്ഷണം കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ ബസ് എടുക്കാൻ നേരത്ത് ഒരു ഉച്ചാളി നേതാവ് പോയിട്ട് അദ്ദേഹത്തിൻ്റെ കരണക്കുറ്റിക്ക് അടിച്ചു. ഇതെല്ലാം നമ്മൾ ടി വിയിൽ കണ്ടതാണ്, അല്ലേ? ഇപ്പോൾ 2 ആഴ്ച മുമ്പ് നമ്മുടെ എറണാകുളത്ത് നെട്ടൂരിൽ പ്രവാസികൾ വന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി അവർ വലിയ കോൾഡ് സ്റ്റോറുകളൊക്കെ തുടങ്ങി. അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫോറിൻ കൺട്രീസിൽ നിന്നും ഫ്രൂട്ട്സ് ഇറക്കുമതി ചെയ്ത് സപ്ലൈ ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി ഒരു കോൾഡ് സ്റ്റോറൊക്കെ പണിതു. കോൾഡ് സ്റ്റോർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലോഡിംഗ് ബേയിൽ കണ്ടെയ്നറുകൾ ഇങ്ങനെ റിവേഴ്സ് വന്ന് നിർത്തി കഴിഞ്ഞാൽ സാധനം ഇറക്കാൻ ഫോർക്ക് ലിഫ്റ്റ്, ഇലക്ട്രിക് ഫോർക്ക് ലിഫ്റ്റിൽ സാധനം പാലറ്റ് വഴി എടുത്ത് കോൾഡ് സ്റ്റോറിൽ കൊണ്ടുവയ്ക്കാനും അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യാനുള്ള സൗകര്യങ്ങളും അതിനുള്ള ടെക്നീഷ്യന്മാർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തു. എല്ലാം കഴിഞ്ഞതിന് ശേഷം, അതിനെല്ലാം പെർമിറ്റെല്ലാം മേടിച്ചതിന് ശേഷമാണ് തുടങ്ങാനിരിക്കുമ്പോൾ യൂണിയൻ്റെ ആളുകൾ ചെന്ന് തടസ്സപ്പെടുത്തി, ഇവിടെ ഞങ്ങളുടെ തൊഴിലാളികളെ വെച്ചല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നമ്മൾ കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടിയിട്ടുണ്ട്, മാത്രമല്ല ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കാർഡുകളെല്ലാം എടുത്തിട്ടുണ്ട്, പറ്റില്ല എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ നാട്ടിലെ വ്യവസായ അന്തരീക്ഷം, അല്ലേ? വേറൊരു കാര്യം പറയാം. നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ ഒരു കമ്പനി, ഫാക്ടറി എന്ന് പറയുന്നത് കിറ്റക്സ് ആണ്. ഏകദേശം 16,000-ഓളം ആളുകളാണ് അവിടെ ജോലിയെടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഒരു വർഷം കേരള ഗവൺമെൻറ്റിന് ടാക്സ് ആയിട്ട് അവർ കൊടുക്കുന്ന 1000 കോടിയാണ്.
പാർട്ടി ഫണ്ടൊക്കെ വേറെ തന്നെ. അവർക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതാണ് അവിടെ. എന്നാലും കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ CPIM മാത്രം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് 30 ലക്ഷം രൂപയാണ്. അദ്ദേഹം അത് പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തി ചെയ്തു. കാരണം അദ്ദേഹം ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഈ ഡീറ്റെയിൽസ് ചെയ്താൽ കൊടുക്കുന്നത് അതെല്ലാം ഓപ്പണാണ്. അദ്ദേഹം പറഞ്ഞു 30 ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ കേരള ഗവൺമെൻറ്റിൽ നിന്നും യാതൊരുവിധ സെക്യൂരിറ്റിയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഏത് നിമിഷം അവിടെ ചെന്ന് ആക്രമിക്കാനുള്ള എല്ലാ പദ്ധതിയും അവിടെ രാഷ്ട്രീയക്കാരിട്ടിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, അവിടെ അവരുടെ കെയർ ഓഫിലാണ് അവിടെ 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചത്. പഞ്ചായത്തുകൾ അവർ ഭരിക്കുന്നുണ്ട്. അവിടെ വീടില്ലാത്തവർക്ക് അവർ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് കൊടുക്കുന്ന 4 ലക്ഷത്തിൻ്റെ വീടൊന്നുമല്ല, നല്ല ഗംഭീര വീടാണ്. നല്ല റോഡുകൾ, വഴിവിളക്കുകൾ, എല്ലാവിധ സൗകര്യങ്ങളും. അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തവർ. ആ സൂപ്പർ മാർക്കറ്റിൽ എല്ലാ സാധനവും വില കുറച്ച് കിട്ടും. വളരെയധികം വില കുറച്ച്, മാർക്കറ്റിനേക്കാളും വളരെയധികം വില കുറച്ച്. ആ സൂപ്പർ മാർക്കറ്റ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പാർട്ടിക്കാരെ അടപ്പിച്ചു. ഇപ്പോൾ അവർ ആധുനിക രീതിയിൽ, അതായത് ലോകോത്തര നിലവാരത്തിൽ ഒരു ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡ് പണിയൊക്കെ കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് ലോകോത്തര നിലവാരമുള്ള റെസ്റ്റോറൻറ്റ്, അതിൻ്റെ മേലെ അവർ സൗജന്യമായി ഭക്ഷണം കൊടുക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തു. പക്ഷേ ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം കൂടി ചെന്ന് അതെല്ലാം തകർത്തു. അവർ കോടതിയെ സമീപിച്ചു. കോടതി അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞു. പണി ആരംഭിക്കാനിരിക്കുമ്പോൾ വീണ്ടും സ്റ്റേ ഓർഡർ വന്നു. അവരുടെ സൈഡ് കൂടി കേൾക്കണം, എന്നിട്ട് മാത്രമേ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്താൻ ഞങ്ങൾ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 1000 കോടി രൂപ ടാക്സായിട്ട് ലഭിക്കുന്നു എന്ന് മാത്രമല്ല, 16,000 ആളുകൾക്ക് അവർ ജോലി കൊടുക്കുന്നു. അവർക്ക് എന്തൊരു പ്രശ്നം വന്നാലും ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഗവൺമെൻറ്റാണ്. പക്ഷെ ഗവൺമെൻറ് അതിനൊന്നിനും തയ്യാറല്ല എന്നുള്ളതാണ്. ഇവിടെ നൂറുകണക്കിന് കമ്പനികളും ഫാക്ടറികളും ഇവിടെ അടച്ചുപോയി. അതിലൊക്കെ ജോലി എടുത്തിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ അവർ നമ്മളോട് പറയുന്നത് അനാവശ്യ സമരങ്ങളായിരുന്നു. തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള അനാവശ്യ സമരങ്ങൾ നടത്തി പൊറുതി മുട്ടിയിട്ടാണ് ഈ കമ്പനികളൊക്കെ ഇവിടുന്ന് പോയി എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ തൊഴിലാളികളുടെ യൂണിയൻ അവർക്ക് പറ്റാത്ത പണികൾ മറ്റു പലരെ കൊണ്ടും ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവരെ ചെയ്യാൻ സമ്മതിക്കില്ല. ഒരു ദിവസം ഞാൻ ഒരു ജനക്കൂട്ടം കണ്ട് ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു ബാങ്കിൽ സ്ട്രോങ് സേഫുകൾ വന്നിരിക്കുകയാണ്, വലിയ ട്രക്കിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രക്കിൽ ഈ സാധനം വന്നു. അവരെ സ്ഥിരം പണിക്കാരായിട്ടുള്ള ഖലാസികളും വന്നിട്ടുണ്ട്. എല്ലാം റെഡി ആയി നിൽക്കുന്നു. പക്ഷേ ആ പ്രദേശത്തെ യൂണിയൻ വന്നു. അവർ പറഞ്ഞ് ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബാങ്കിലെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ഇറക്കി വെച്ചോളൂ, അകത്ത് കൊണ്ട് വെച്ചോളാൻ പറഞ്ഞു. അത് ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് ഇറക്കി പരിചയമില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുന്നത് ചോദിച്ചു. അല്ല, ഇതിൻ്റെ പൈസ ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ ഇറക്കുകൂലി. അവരാവശ്യപ്പെട്ട് 1 ലക്ഷം രൂപയും. അവസാനം പ്രശ്നമായി, ബഹളമായി. അവിടെ 25,000 രൂപയും മേടിച്ച് അവർ പോയി. അതിനുശേഷം ഖലാസികൾ ഈ സാധനം ഇറക്കി വളരെ സേഫായിട്ട് അകത്ത് കൊണ്ടുവച്ചു. ഇപ്പോൾ നെട്ടൂരിലുണ്ടായ ഒരു സംഭവം അറിയാം നിങ്ങൾക്ക്. ഒരു കാറിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ അദ്ദേഹത്തിൻ്റെ ഗോഡൗണിലേക്ക്, ഷോറൂമിലേക്ക് വന്ന കാറുകൾ ഇറക്കാൻ, ഇപ്പോൾ 5 കോടി രൂപ വില പിടിച്ച കാറാണ്. അപ്പോൾ അത് ഇറക്കുവാൻ അതിൻ്റെ ടെക്നീഷ്യന്മാർ, നല്ല എക്സ്പീരിയൻസ് ആയ ടെക്നീഷ്യന്മാരുണ്ടായി. പക്ഷേ ഇവർ സമ്മതിച്ചില്ല. കാർ ഇവിടെ ഇറക്കിയ സമയത്ത് കാർ നിയന്ത്രണം വിട്ടു ഇറങ്ങി വരികയും ആ ഷോറൂമിലൊരു ജോലിക്കാരൻ മരണപ്പെട്ടു. കാറ് പോയി ഇടിച്ച്
തകർന്ന് 5 കോടി രൂപ നഷ്ടം പറ്റി. മനസ്സിലായില്ല? അപ്പോൾ അത് ആ ഷോറൂമിലെ ജോലിക്കാർക്കോ അവർ പറയുന്ന ആൾക്കാർക്കോ അത് ചെയ്യാനുള്ള അധികാരമില്ല. നമ്മുടെ നാട് ഒരിക്കലും നിക്ഷേപ സൗഹൃദമല്ല. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു കമ്പനി ഒരു ഫോറിൻ രാജ്യങ്ങളിൽ പോയി അവർ ഇവിടെ നിക്ഷേപം നടത്തുന്നതിന് മുൻപായി അവർ ഇതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഏജൻസികൾ ഏർപ്പെടുത്തും. ഓരോ രാജ്യത്തിനും അത്ര ഏജൻസികളുണ്ട്. കൂടാതെ തന്നെ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ ഏജൻസികളായിരിക്കും ചിലപ്പോൾ അവിടുത്തെ കമ്പനികൾ ഏർപ്പെടുത്തുന്നത്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് അവർ കൊടുക്കുന്നത് ചിലപ്പോൾ ഇത് വ്യവസായ സൗഹൃദമല്ല. ഗവൺമെൻറ്റിൽ നിങ്ങൾക്ക് യാതൊരു സപ്പോർട്ടും കിട്ടില്ല. ഇവിടെ യൂണിയനുകളുടെ ഗുണ്ടാരാജ്യമാണ് നടക്കുന്നത്. മനസ്സിലായില്ല? ചിലപ്പോൾ അടിയും കിട്ടും. മനസ്സിലായില്ലേ? ഇതാണ് ഇവിടുത്തെ നിക്ഷേപം വരാത്തതിൻ്റെ കാര്യം. വെറുതെ ആരെങ്കിലും വന്നിട്ട് നിക്ഷേപം നടത്തുമോ? ഒരു കമ്പനി നിക്ഷേപം നടത്തണമെങ്കിൽ ഇവിടുത്തെ അന്തരീക്ഷത്തെപ്പറ്റി വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി അവർ കമ്മീഷനെ വയ്ക്കും. ഏത് രാജ്യങ്ങളും അങ്ങനെയാണ്. അവരിവിടെ വന്ന് അന്വേഷിച്ച് നോക്കിയാൽ ഇവിടെ ഫാക്ടറികളെല്ലാം അടച്ചു പോവുക ചെയ്തത്. ഇവിടെ സമരത്തിൻ്റെ നാടാണ്, ഗുണ്ടാരാജിൻ്റെ നാടാണ്. പോലീസ് ഒരു കാര്യത്തിൽ ഇടപെടില്ല. കാരണം തൊഴിലാളി പ്രശ്നത്തിൽ പോലീസിന് ഇടപെടാൻ പാടില്ല എന്ന് നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റും ഇടപെടില്ല. പിന്നെന്ത് ചെയ്യും? ഇതാണ് ഇവിടെ നിക്ഷേപം വരാത്തത്. വെറുതെ നമ്മൾ നിക്ഷേപത്തിന് വേണ്ടി കൂടി നടന്നിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അവർക്ക് ആവശ്യമുള്ള ഭൂമി, ഇലക്ട്രിസിറ്റി, വാട്ടർ സർപ്ലസായി അവർക്ക് കിട്ടാവുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എന്തെല്ലാം സൗകര്യങ്ങൾ അവർക്ക് വേണ്ടി അതെല്ലാം ചെയ്തു കൊടുത്താൽ മാത്രമേ ഒരു കമ്പനി ഇവിടെ വരൂ. അല്ലാതെ നമ്മുടെ നാട് നിക്ഷേപ സൗഹൃദമാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? ഒരു 1000 കോടി ഇവിടെ നിക്ഷേപം നടത്തിയ ഒരാൾക്ക് ആ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു പരിസ്ഥിതി വരികയാണ്, എന്ത് ചെയ്യും? ആരോട് പറയാനും? ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? ഇവിടെ സത്യത്തിൽ വല്ലാത്തൊരു സിറ്റുവേഷനാണ് ഇവിടെ. മുദ്രാവാക്യം വിളിക്കുന്ന കേട്ടില്ലേ? കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്ന തലയും വെട്ടും. നിങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി അറിയാലോ, അല്ലേ? ഞങ്ങളങ്ങ് വരും. പിന്നെ എന്താണ് നടക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത്തരത്തിലൊക്കെയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിക്ഷേപ സൗഹൃദമാണ്. ഇവിടെ നിക്ഷേപിക്കാൻ ആൾ വരും. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ ഇവിടെ നിക്ഷേപകർ വരൂ. ഇത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വരാം. താങ്ക് യു.